ഹലോ, വെൽക്കം ടു പാറൂസ് പാൻട്രി. ചിക്കൻ ബിരിയാണി എന്ന് കേൾക്കുമ്പോഴേ ഇത്തിരി ഒരു സ്പെഷ്യലാണ് എല്ലാവർക്കും അല്ലേ. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ ആദ്യം ആലോചിക്കുന്നത് നമുക്കൊരു ചിക്കൻ വാങ്ങിച്ചൊരു ബിരിയാണി വെച്ചാലോ എന്നായിരിക്കും. അപ്പം പാറൂസ് പാൻട്രിയിലും ഇന്നൊരു ചിക്കൻ ബിരിയാണിയാണ്. ഇത്തിരി സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി. എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ മാരിനേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം നമ്മൾ യോഗട്ടൊക്കെ വെച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണിത്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ യോഗട്ടാണ് ചേർക്കുന്നത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് ഇത് നമ്മളൊരു 30 മിനിറ്റ്സാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. നമ്മളിപ്പം ഇത് ചെയ്ത് ഇത് നന്നായിട്ട് ഇളക്കി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. എന്നിട്ട് അരിയൊക്കെ റെഡിയാക്കി പിന്നെ ഇതിൻ്റെ മസാലയൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ടും 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് സെറ്റായിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ചൊരു റെസ്റ്റിംഗ് ടൈമൊന്നും നോക്കണ്ട. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കുക. ഓക്കെ, ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് റൈസ് സോക്ക് ചെയ്യാനുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അരി എടുക്കാം. ഞാനിവിടെ ഒരു 1.25 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ജീരകശാല ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മളൊരു 3 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് വേണം വാഷ് ചെയ്യാൻ. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ അരി ബോയിൽ ചെയ്യുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കുറയും. അപ്പം കുറച്ച് ഉപ്പുകൂടെ ചേർത്തിട്ട് ഇത് 3 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് ഇതൊരു 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. സോക്ക് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കാണ് ഈ അരി നല്ല സോഫ്റ്റായിട്ട് ബോയിൽ ചെയ്യുമ്പോൾ സോഫ്റ്റായിട്ട് വരികയും ലോങ് ആയിരിക്കുകയും ചെയ്യുള്ളൂ. അരി ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഏറെ വെള്ളമുണ്ടല്ലേ. ഞാൻ സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുമ്പം ഡബിൾ വാട്ടർ എടുത്തിട്ട് അതിങ്ങനെ വറ്റിച്ചെടുക്കുന്ന രീതിയിലല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ അരി ഏറെ വെള്ളത്തിലിട്ടിട്ട് ഒരു 80% വെന്തതിന് ശേഷം അതിന് മാറ്റിയെടുക്കുക ചെയ്യുന്നത്. ഇനി ഈ വെള്ളത്തിനകത്തോട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കണം. ഒരു ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ 2 ഏലയ്ക്ക, ബേ ലീഫ്, ഇതുണ്ടെങ്കിൽ ചേർക്കണം കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് ഷാജീര, ബിരിയാണി ജീരയാണ്. ഇതൊരു നല്ല ഫ്ലേവറാണ്. ഇത് ബോയിൽ ചെയ്യുന്നതിനകത്ത് നമ്മൾ ഇതിടുന്നുണ്ട്. ഇത്രയും സ്പൈസസ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത്രയും സ്പൈസസ് ചേർത്തിട്ട് ഇനി ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കണം. ഉപ്പ് എപ്പോഴും കുറച്ച് മുന്നിൽ നിൽക്കണം. കുറച്ച് ഉപ്പ് കൂടുതൽ നിന്നാലേ നമ്മൾ അരി വേവിച്ച് വരുമ്പോൾ അരിക്ക് പാകത്തിനുള്ള ഉപ്പാവത്തുള്ളൂ. അപ്പം ഉപ്പ് എപ്പോഴും കുറച്ചൊന്ന് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം കൊടുക്കാൻ. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ നെയ്യൊന്നുമല്ല എടുത്തേക്കുന്നത്, ഒരു വെജിറ്റബിൾ ഓയിലാണ്. പിന്നെ കൂടെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ഈ ലെമൺ ജ്യൂസ് ആണെങ്കിലും നല്ലൊരു ഫ്ലേവറാണ് നമ്മളുടെ റൈസിന്. തന്നെയല്ല ഇതും ഇങ്ങനെ അരി ബ്രോക്കണായി പോവാതെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത്രയും സാധനങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ബോയിൽ ചെയ്യാൻ വെക്കുന്ന വാട്ടറിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് തിളയ്ക്കണം. തിളച്ച് വരുമ്പോഴാണ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന അരിയിട്ട് കൊടുക്കുന്നത്. അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്യാനുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഇതുവരെ ഗീ ഒന്നും ചേർത്തിട്ടില്ല. വളരെ കുറച്ച് ഗീയൊക്കെ നമ്മളത് ചേർക്കുന്നുള്ളൂ. അപ്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു വലിയ സവാളയാണ്. ഇത് ചെറുതായിട്ട് കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്, വളരെ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് ലൈറ്റ് ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ കളറാക്കി കിട്ടണം. ആ രീതിയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ശ്രദ്ധിക്കണം, ഒരുപാട് ബ്രൗണായി പോകരുത്. ഒരുപാട് ബ്രൗണായി പോയാൽ പിന്നെ ഒരു കയ്പ്പായിരിക്കും. അതുകൊണ്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ കണ്ടോ, ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് കിസ്മിസ് കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം.
ഇതിപ്പോൾ ഇത്ര റെഡി ആയില്ലേ. ഇനിയിപ്പോൾ നമ്മളുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരിക്കും. അതിലേക്ക് നമുക്ക് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇതാ വെള്ളം ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി ഇതൊന്ന് തിളയ്ക്കട്ടെ. ഒരു 10-12 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഏകദേശം 80% വേവാകും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്, ഇപ്പോൾ വെള്ളം തിളച്ചതാണല്ലോ, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 10-12 മിനിറ്റ്, അത് നിങ്ങൾ എത്രമാത്രം നിങ്ങൾ തീ കൊടുക്കുന്നതിനനുസരിച്ചാണ് വേവിക്കുക. 10-12 മിനിറ്റ് എനിക്കായിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ കണ്ടോ, ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. അതാ റൈസ് ഏകദേശം ഒരു 80% മേളിൽ കുക്കായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഒടിഞ്ഞ് എന്ന് വെച്ചാൽ പൊടിഞ്ഞ് പോവാത്ത രീതിയിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഒരുപാടങ്ങ് സോഫ്റ്റ് അല്ല, കണ്ടോ, ഈ ഒരു രീതിയിൽ കിട്ടണം. ഇതിന് ഞാനൊന്ന് വെള്ളം ഊറ്റിയെടുക്കട്ടെ. ഇനി നമുക്ക് ചിക്കൻ മസാലയ്ക്കുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്കൊരു ചെറിയ കൂട്ട് റെഡിയാക്കാനുണ്ട്. ഇത് ഞാൻ കണ്ടു സവാളയാണ്. നമ്മൾ ചിക്കൻ്റെ മസാലയ്ക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നതിനകത്തുനിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി സവാള. പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇത് പിന്നെ വേണ്ടത് കുറച്ച് പുതിനയില, ഒരു ചെറിയ പിടി പുതിനയില, അതുപോലെ തന്നെ അത്രയും എമൗണ്ട് തന്നെ മല്ലിയില, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. പിന്നെ ഈ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിക്കകത്ത് നിന്ന് ഒരു ചെറിയ പിടി ഈ വറുത്ത സവാളയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കണം. ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ എടുക്കണ്ട, ഇതൊന്ന് മിക്സ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണിയുടെ മസാല പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ 2 ഒനിയനാണ് എടുത്തിരിക്കുന്നത്. ആ ഒനിയനകത്തുനിന്നാണ് ഞാൻ മുമ്പേ നമ്മൾ മിക്സ് ചെയ്യാൻ എടുത്തില്ലേ, ആ ഒരു ചെറിയ കുറച്ച് പീസ്, അത് ഈ ഒനിയനകത്തുനിന്നാണ് ഞാൻ മാറ്റിയെടുത്തത്. എന്നിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത അതേ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഓയിൽ ക്ലീൻ ചെയ്തിട്ട് അതേ ഓയിലിനകത്തോട്ടാണ് നമ്മൾ ഒനിയൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഒനിയൻ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3 കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തതാണിത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക് ചേർക്കാൻ മറക്കണ്ട. ഇത് 3 കൂടെ ഉള്ളൊരു മിക്സിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ നൽകുന്നതാണ്. അപ്പം പച്ചമുളക് എടുക്കാൻ മറക്കണ്ട. അപ്പം ഇത്രയും കൂടെ നന്നായിട്ട് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. എന്നിട്ട് ഈ ഒനിയൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടിക്കെട്ടണം, നല്ലതായിട്ടൊന്ന് വാടണം. ഇത് ഇപ്പോൾ ഏകദേശം നോക്ക്, അത്യാവശ്യം ഒന്ന് വാടിയിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി 2 ടീസ്പൂണ്. പിന്നെ ഇതെന്ന് പറയുന്ന മസാലയാണ്, ഗരം മസാല പൗഡറാണ്. ബിരിയാണി മസാലയല്ല ഞാൻ എടുത്ത്, ഗരം മസാലയാണ്. ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ ഗരം മസാല, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. ഇതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി നല്ലതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അത്യാവശ്യം ഒരു 5 മിനിറ്റോളം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ അത് ഏകദേശം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമ്മളുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്തൊക്കെയാണ്? തക്കാളി, പുതിന, മല്ലിയില, ഫ്രൈ ചെയ്ത ഓണിയൻ, നമ്മുടെ സവാള, ഇത്രയും സാധനങ്ങൾ, നാരങ്ങയും ഇത്രയും കൂടെ മിക്സ് ചെയ്തത് നമ്മളിതിനകത്തോട്ട് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴട്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ തക്കാളി ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്ന് വേവണം അത്യാവശ്യം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പൊടിയുടെ മസാലയായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇതൊന്ന് 5 മിനിറ്റ് വേവട്ടെ. ടൈം ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ചെറിയൊരു മോയ്സ്ചർ, ഒരു നനവ് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് കുറച്ചുകൂടെ ഒന്ന് 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ഇപ്പം ഇതെല്ലാം കൂടിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും ഇപ്പോൾ വരുന്നത്. നമ്മുടെ പുതിനയിലയുടെയും മല്ലിയിലയുടെയും എല്ലാം നല്ലൊരു സ്മെല്ലായിരിക്കും. ഈ സമയത്ത് നമുക്ക് നമ്മളുടെ മാറിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കണം. മാറിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ടിട്ട് ഇത് നല്ലതായിട്ട് ഇതൊന്ന് യോജിപ്പിക്കണം. നല്ലതായിട്ട് ഈ ഗ്രേവിയുമായിട്ട്, ഈ മസാലയുമായിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ.
ഇതാ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തീ കുറച്ചിട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഒന്ന് മീഡിയം ഫ്ലെയിമിൽ താഴെ ആക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒന്ന് പകുതിയോളം വേവായിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ കുറച്ച് പൊങ്ങി വന്നു. ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് വളരെ കുറച്ച് വെക്കണം കേട്ടോ. കുറച്ച് വെച്ചിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതെന്തിനാണ് ചെയ്യുന്നത്? വളരെ കുറച്ച് മതി കേട്ടോ. എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പം 1 ടേബിൾ സ്പൂൺ തൈര് നമ്മൾ ചേർത്തായിരുന്നു. ഇനി 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ നമ്മൾ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. അപ്പം ഈ ഹൈ ഫ്ലെയിമിൽ വളരെ ചൂടോടെ തൈര് ചേർക്കുമ്പോഴത്തേക്ക് അതൊരു പിരിഞ്ഞ പോലൊരവസ്ഥയാകും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഫ്ലെയിം വളരെ കുറച്ചിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ തൈര് നന്നായിട്ട് നമ്മളുടെ ചിക്കനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. നമ്മൾ ഇതുവരെ നെയ്യൊന്നും ചേർത്തില്ല. ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഞാൻ 1/2 കിലോ ചിക്കനല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പം അതിനനുസരിച്ചാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾ കൂടുതൽ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ചേർക്കുക. നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ സമയത്ത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേ നമുക്ക് നോക്കണം എന്തെങ്കിലും മസാലയോ ഉപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ എന്നൊക്കെ നോക്കണം. എന്നിട്ട് ഉപ്പൊക്കെ പാകത്തിനാക്കണം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ്, ഓൾറെഡി നമുക്കിത് ഹാഫ് വെന്തു, അപ്പോൾ ബാക്കി ചിക്കൻ വേവുന്നവരെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പം ഈ ചിക്കൻ ഒന്ന് വേവട്ടെ. ഇടയ്ക്ക് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. 2-3 പ്രാവശ്യം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. 15 മിനിറ്റ് ഏകദേശം കഴിഞ്ഞു എൻ്റെ. അപ്പം നമുക്ക് ചിക്കനൊന്ന് നോക്കാം. ഇതാ നന്നായിട്ട് ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട്. ഓയിലും ഒക്കെ നെയ്യും ഒക്കെ മുകളിൽ വന്നു. എന്നുവെച്ചാൽ ഗ്രേവിയൊക്കെ നല്ല കറക്റ്റ് പാകമായി, ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ചിക്കൻ ബിരിയാണിയുടെ ഗ്രേവി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നുകൂടെ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഉപ്പും ഗരം മസാലയൊക്കെ പാകമാണെന്നൊക്കെ നോക്കിക്കോ. ഇനി ലാസ്റ്റ് ഞാൻ ഇതിനകത്ത് കുറച്ച് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത്തിരി മധുരമുള്ളത്, വളരെ കുറച്ച്, ഇത്രയും നമ്മുടെ സ്പൈസസിൻ്റെ കൂടെ ഒരു ചെറിയ മധുരം കൂടെ ഉള്ളത് നല്ലൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇത്തിരി ചേർത്ത് കൊടുത്തു. അങ്ങനെ നമ്മളുടെ മസാല ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ അറിയാം കുറച്ച് ഗ്രേവി ഉണ്ടല്ലേ. കാരണം ഞാനിവിടെ ദം സെറ്റ് ചെയ്താണ് ബിരിയാണി വെക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാലോ, അതിപ്പോൾ കുറച്ചൊരു സമയം നമ്മൾ കുറച്ച് നേരം ഒരു സിമ്മിലിട്ട് വേവിക്കുന്നുണ്ട്. അപ്പം താഴെ കുറച്ച് ഗ്രേവി നിന്ന് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ അതിങ്ങനെ തിളയ്ക്കുമ്പോൾ ഉള്ള ഫ്ലേവർ നമ്മുടെ റൈസിലോട്ട് കയറും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് ഗ്രേവി ആക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്തുനിന്ന് ഞാൻ കുറച്ച് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് താഴെ കുറച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ചിക്കൻ കറി വെച്ചു. ബാക്കി ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി. ഇനി ഇത് നമ്മൾ ലെയർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതേ പാത്രത്തിനാണ് ഞാൻ ലെയർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കണ്ടു, താഴെ ഞാൻ കുറച്ച് പീസ് വെച്ചിട്ടുണ്ട്. ഇതാണ് റൈസ് റെഡിയാക്കി വെച്ചിരുന്നത്. ഇതാണ് ഈ റൈസ് നമുക്കിനി ഇതിൻ്റെ മേളിൽ ലെയറിലായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ചിക്കൻ്റെ കുറച്ച് ഗ്രേവിയും പീസസും, പിന്നെ അതിൻ്റെ മേളിൽ റൈസ് വെച്ചു. റൈസ് അപ്പം നമുക്കൊന്ന് ലെവലാക്കി വയ്ക്കാം. ഒന്ന് ഫില്ലാവുന്ന രീതിയിൽ, ചിക്കൻ കറി ഫില്ലാവുന്ന രീതിയിൽ നമുക്ക് റൈസ് വയ്ക്കാം. റൈസ് വെച്ചിട്ട് ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു ഉള്ളിയും കിസ്മിസും ഒക്കെ, അതൊക്കെ ഞാനൊന്ന് ഇട്ടു. പിന്നെ അതിൻ്റെ മേളിൽ കുറച്ച് മസാല, വളരെ കുറച്ച് ഗരം മസാല ഒന്ന് തൂകി കൊടുക്കുന്നുള്ളൂ ചെറുതായിട്ട് കേട്ടോ, ഒന്ന് ഇട്ട് കൊടുത്തു. കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊറിയാണ്ടർ ലീഫും മല്ലിയിലയും ഇത്ര ഇട്ടിട്ട് ഇനി ഇതേ സെയിം പ്രൊസീജിയറാണ് അടുത്ത ലെയറിൽ ചെയ്യുന്നത്. നമ്മൾ ഇറച്ചിയിട്ടിട്ട് റൈസ് അതിൻ്റെ മേളിലിട്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെ കിസ്മിസും ഉള്ളിയെല്ലാം ഇട്ട് മല്ലിയിലയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. അതായത് ഞാൻ കുറച്ച് മിൽക്ക് ചൂടാക്കിയിട്ട്, അതായത് സാഫ്രോൺ മിൽക്ക് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് പാല് ചൂടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നേരത്തെ വെച്ചു. ചൂടായ പാലിനകത്തോടാണ് മഞ്ഞൾപ്പൊടി ഇട്ടത്. ഇതിപ്പോൾ നിങ്ങൾ പാല് ചൂടാക്കി തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ എടുക്കുന്നെങ്കിൽ ചിലപ്പോൾ ചീത്തയാകും. അതുകൊണ്ട് ചൂടാക്കിയ പാലിലോട്ട് നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ഇട്ട്, പ്രത്യേകിച്ച് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള കളർ ഇതിനകത്ത് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ അതിൻ്റെ മേലിലൂടെ നമ്മൾ കുറച്ച് സ്പ്രെഡ് ചെയ്തു, അങ്ങനെ മിക്സ് ചെയ്തിട്ട്. പിന്നെ ഞാനിതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഇത് റോസ് വാട്ടറാണ്, പനിനീര്
1 ടീസ്പൂൺ പനിനീരൂടെ ഇതിൻ്റെ മേലോട്ട് ഒഴിക്കുന്നുണ്ട്. ഇതൊരു നല്ലൊരു മണവും ഒക്കെ തരും നമ്മുടെ ബിരിയാണിക്ക്. നല്ലൊരു ഫ്ലേവറാണിത്. ഇത്രയും ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒരു ടീസ്പൂൺ നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ അറിയാമല്ലോ, നമ്മൾ വളരെ കുറച്ച് നെയ്യേ ചേർത്തിട്ടുള്ളൂ. ഈ 1 ടീസ്പൂൺ നെയ്യ് ഇതിൻ്റെ മേലിലേക്ക് നമ്മൾക്കിട്ട് കൊടുക്കാം. കാരണം ഇത് ദം സെറ്റ് ചെയ്യാൻ വെക്കുന്നതല്ലേ. അപ്പം നമ്മൾ കുറച്ച് നെയ്യ് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കണം. ആകെ നമ്മൾ ഇത്രയും ഒരു 1.5 ടീസ്പൂൺ നെയ്യേ ഈ ബിരിയാണിക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. മാക്സിമം ഫാറ്റ് കുറച്ചാണ് നമ്മൾ ഈ ബിരിയാണി ചെയ്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ നെയ്യ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് നമുക്കിനി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കവർ ചെയ്യണം. ഞാനൊരു അലുമിനിയം ഫോയിലാണ് എടുത്തിരിക്കുന്നത്. അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഇതിൻ്റെ മൗത്തൊന്ന് കവർ ചെയ്തിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട്, ഏതടപ്പായാലും മതി, ഒന്ന് ടൈറ്റ് ആവുന്ന അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ചിട്ട് ഇത് നന്നായിട്ട് അത്യാവശ്യം നല്ല ടൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ നിങ്ങൾക്ക് കുക്കിംഗ് റേഞ്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഒരു ചെറിയ ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഒരു പാനിൽ ആ പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലിലാണ് ഇത് വെക്കുന്നത്. പാൻ ഞാനൊരു ഹൈ ഫ്ലെയിമിലൊരു ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഇത് ചൂടാക്കും. പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മേലിലോട്ട് ഇത് നമ്മൾ ഇറക്കി വെക്കും. ഇതും എന്നിട്ട് ഒരു 5 മിനിറ്റ് അതിലിരുന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് വെക്കുക. വെച്ചിട്ട് പിന്നെ ഒരു 20-22 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ സിമ്മിലിട്ടിട്ട് ഇത് കുക്കാവണം. ഈ പാനില്ലാത്തതുകൊണ്ട് ഞാനിത് വെക്കുന്നത്. ഇനി ഇത് കുക്കാവട്ടെ ഒരു 22 മിനിറ്റ്സ്. എന്നിട്ട് നോക്കാം. 22 മിനിറ്റ് 25 മിനിറ്റോളം കഴിഞ്ഞു. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ പാനിൽ നിന്ന് അത് മാറ്റി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് തവി കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളകി കാണിക്കാം. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നെയ്യുടെ കണ്ട അത്യാവശ്യത്തിന് കളറൊക്കെ ഉണ്ട്. ഇത് കൂടുതലൊന്നും നമുക്ക് കളർ വേണ്ട. ഓറഞ്ച് കളറൊന്നും ആഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ബിരിയാണി ഈ ലെയർ സെറ്റ് ചെയ്ത് നന്നായിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് റൈസിൽ പിടിച്ചിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിൽ വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണം കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് മണത്തിനും ഒന്നും ബിരിയാണിയുടെ സ്മെല്ല് കിട്ടാനൊന്നും വേറൊന്നും ആഡ് ചെയ്യേണ്ട. അതെല്ലാം ഇതിലുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറും ടേസ്റ്റുമാണ്. ബിരിയാണി ഞാനൊരു പോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ മാക്സിമം ഫാറ്റ് കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കയ്യിലൊന്നും നെയ്യൊട്ട് പിടിക്കില്ല, വയറിലൊരു ഹെവി ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്ലേവറൊന്നും അഡീഷണൽ ഒരു ഫ്ലേവറും നമ്മൾ ചേർത്തിട്ടില്ല. ഞാനിവിടെ സൈഡ് ഡിഷായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ പുതിന കൊണ്ടുള്ള റൈത്തയും ഒനിയൻ സുർക്കയുമാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷ് എടുക്കാം. പിന്നെ പപ്പടമാണെങ്കിലും പിക്കിളാണെങ്കിലും ഒക്കെ ഇതിൻ്റെ കൂടെ വരാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസുകൾ അറിയിക്കുക, ചെയ്ത് നോക്കിയിട്ട് കമൻസ് പറയുക. വീണ്ടും കാണാം പാറൂസ് പാണ്ടിയിൽ മറ്റൊരു വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.